നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫേൺ എന്ന ഇനത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് നമ്മളുടെ പറമ്പുകളിലെല്ലാം നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നതാണ്. ഇത് ഞങ്ങളുടെ പറമ്പാണ്. ഞാൻ നോക്കിയപ്പോൾ പറമ്പ് നിറയെ നിൽക്കുന്നുണ്ട്. ഈ ഇനത്തിനകത്ത് ഗ്രീൻ കളറാണെങ്കിൽ ഇതിന് വളർന്ന് തുടങ്ങുന്ന സമയത്ത് നല്ല പിങ്ക് കളറാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വീട്ടിലെടുത്ത് വെച്ചിട്ട് നല്ല ഹാങ്ങിങ് പ്ലാന്റിനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസത്തിൽ നിൽക്കും. ഇത് വെള്ളമുള്ള സ്ഥലങ്ങളിലെല്ലാം കാണപ്പെടും. ഇത് ഭൂമിയിൽ എവിടെ നോക്കിയാലും ഉള്ള ഒരു പ്ലാന്റാണിത്. ഡൈനോസോർ ഉള്ള കാലത്തിന് മുമ്പ് തന്നെ ഫേൺ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മളെ മലയാളത്തിൽ പന്നൽ ചെടികൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഫേൺ സാധാരണയായി കാണപ്പെടുന്നത് കാടുകളിലാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണിത്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ടു മീഡിയം ഷെയ്ഡിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വളരെ നന്നായിട്ട് വളർന്നു വരും. നല്ല ബുഷിയായിട്ട് വളർന്നു വരും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വിത്തുകളോ പൂക്കളോ ഇല്ല. ഇത് സ്പോർ വഴിയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാസ്കുലർ പ്ലാൻ ഇനത്തിൽപ്പെട്ട ഇതിൻ്റെ മുകളിലോ താഴെയോ ഇലകളുടെ മുകളിലോ താഴെയായിട്ട് ഇതിൻ്റെ സ്പോർ ഉണ്ടാവും. അവിടെയാണ് ഇതിൻ്റെ പുതിയ ഫേൺ ഉണ്ടാകാനുള്ള വിത്തല്ല ഫേൺ ഉണ്ടാകാനുള്ള ഇതുണ്ടാവുക. അത് നമുക്ക് കാണാൻ പറ്റും. ഓറഞ്ച് കളറിലോ ബ്രൗൺ കളറിലോ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ തന്നെ റെഡ് കളറിലൊക്കെ ചിലപ്പോൾ അത് ഇരിക്കാറുണ്ട്. ഇല പൊക്കി നോക്കി നമുക്ക് കാണാൻ പറ്റും. പുഴകളുടെ തീരത്താണ് കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞു. ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് കൊക്കോപ്പീറ്റൊക്കെ കൂടുതലായിട്ട് ഇട്ട് കൊടുത്താലാണ് നന്നായിട്ട് വളരുന്നത്. അതുപോലെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ ഇത് വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് ഇടയാകരുത്. റെയിനി സീസണിൽ നന്നായിട്ട് വളർന്നു വരും. അതുകൊണ്ട് മഴയുള്ള സമയത്തൊക്കെ അതിനെ നനയാൻ വേണം. അപ്പോൾ അത് നല്ല ബുഷിയായിട്ട് വളർന്നു വരും. അധികം വളമൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. നമുക്ക് ചകിരിച്ചോറിൻ്റെ കൂടെ ചാണകപ്പൊടിയും ആറ്റുമണലും മണ്ണും ഒക്കെ ഇട്ടിട്ട് പോട്ടി മിക്സ് ഉണ്ടാക്കാം. അതുപോലെ 2 മാസം കൂടുമ്പോൾ നമുക്ക് അതിന് ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ചാണകത്തിന് തെളി ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് വളർന്നു വരും. 15,000 പരം ഇനങ്ങളുണ്ട്. ചില ഇനങ്ങൾ വളരെ എക്സ്പെൻസീവാണ്. ഇത് കൃഷി ഇനത്തിൽപ്പെട്ട ബേർഡ് നെസ്റ്റ് ഫേൺ ആണ്. ഇതിന് 500 to 700 ആണ് വില. ഇതിൻ്റെ ഇലയ്ക്ക് നല്ല പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഇലയുടെ ടിപ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഫോർക്ക് പോലെയാണ് ഇരിക്കുന്നത്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ലോ ലൈറ്റിലും മീഡിയം ലൈറ്റിലും നന്നായിട്ട് വളരും. നമ്മുടെ ഒരു റൂമിന് നല്ലൊരു ഗ്രീനി ഒരു എഫക്റ്റ് കൊടുക്കുന്ന ഒരു ചെടിയാണിത്. ഇത് ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. ഇതിൻ്റെ ഇലകളൊക്കെ വാടിപ്പോകും. ഇതിന് ഞാൻ ചെറുതായിട്ട് സൺലൈറ്റ് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഇലകൾ കുറച്ച് കരിഞ്ഞാണ് നിൽക്കുന്നത്. ഇത് ലോ ടു മീഡിയം ഷെയ്ഡിലാണ് മെയിനായിട്ട് വെക്കേണ്ടത്. നമുക്ക് റൂമിനകത്ത് കിച്ചനകത്തൊക്കെ വെക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ റൂമിൽ അധികം സൺലൈറ്റ് കിട്ടാത്ത ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റാണിത്. എൻ്റെ ചെടികളെല്ലാം നശിപ്പിച്ച് കളയുന്ന എൻ്റെ കിറ്റനാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ നേറ്റീവ് ഓസ്ട്രേലിയയാണ്. കേരളത്തിലെ നേഴ്സറികളിലൊക്കെ അവൈലബിൾ ആണിത്. ഇതിൽ നിന്ന് പുതിയ തൈകൾ പൊട്ടിക്കെളുത്ത് വരും. അപ്പോൾ നമ്മൾ മാറ്റി നട്ടാൽ മതി. ഇത് ഒരു പ്ലാന്റ് ആയിരുന്നു. അതിൽ നിന്ന് പൊട്ടിക്കെളുത്തെടുത്ത് മാറ്റി വെച്ചാണിത്. അഗായോമോർഫ എന്ന ഇനത്തിൽപ്പെട്ട ബാസ്ക്കറ്റ് ഫാൻ എന്നറിയപ്പെടുന്ന ഒരു ഫാനാണിത്. നമ്മുടെ വീടിൻ്റെ പറമ്പുകളിലും അതുപോലെ പുഴയുടെ തീരത്തും ഒക്കെ അന്വേഷിക്കാൻ നമുക്ക് ധാരാളം തരത്തിലുള്ള ഫേൺ കിട്ടും. ഈ മതിലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും പലതരത്തിലുള്ളത്. അധികം ആഴത്തിലേക്ക് വളരില്ല എൻ്റെ പേര്. അത് സൈഡിലേക്ക് ഇങ്ങനെ വളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അധികം ആഴമില്ലാത്ത പരന്ന പോട്ടുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളർന്നു വരും. അപ്പോൾ എല്ലാവരും ഉടനെ ഒരു ഫേൺ ഹണ്ട് നടത്തി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലാന്റ് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നന്ദി.